ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കപ്പിൾസ് കിച്ചൻ. കപ്പിൾസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസമായി അല്ലേ? ഒരു മാസമായി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഷെഫ് ഭയങ്കര ബിസിയാണ്. ദിവസവും ഹോസ്പിറ്റലിലൊക്കെ പോകണം. ഞായറാഴ്ച മാത്രമേ ആകെ ഒഴിവുള്ളൂ പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് ഞാൻ ഇന്ന് പിടിച്ച് നിർത്തി എന്തായാലും ഒരു ഡിഷ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വസുവിന് അറിയാലോ, വസുവിന് ഓൺലൈൻ ക്ലാസ് നടന്ന് ഭയങ്കര ബിസിയാണ് പുള്ളിക്കാരൻ. അപ്പം ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഓണിയൻ പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഓണിയൻ, സവാള, കുറച്ച് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മെയിൻ സാധനം കടലമാവ്. ഇതെന്താണ് അപ്പം? സാധാരണ മുളക് പൊടി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചതച്ചത്, 2 പച്ചമുളക്, ഇത് പെരുംജീരകം. ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആര്യ, അപ്പൊ എന്താണ് പരിപാടി? ആദ്യം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ലേശം പെരുംജീരകം, കാശ്മീരി ചില്ലി പൗഡറാണ്, നിറത്തിന് വേണ്ടി മാത്രം. നിറത്തിന് വേണ്ടിട്ടോ? ഇത് സാധാരണ മുളക് പൊടിയാണ്, അത് ലേശം ഇട്ട് കൊടുക്കാം. നേരത്തെ മുളക് ആഡ് ചെയ്തോണ്ടാണല്ലേ കുറച്ചിടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരു പാട്ട് പാടിക്കോട്. നമുക്ക് ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കാം, ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അരിപ്പൊടി വസു എന്തോന്ന് ചെയ്യണം? മൊബൈലിൽ പാട്ട് കാണണം. അപ്പൊ വീഡിയോ എടുക്കാൻ വരില്ലേ? വസു ഒന്ന് വ്ളോഗ് പറ. ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ പറഞ്ഞോ. ഓണിയൻ പക്കോട. ഓണിയൻ പക്കോടയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണേ. ഉണ്ടാക്കി തീരില്ല, കൈ ഇച്ചിലായി, എന്നിട്ട് കഴിക്കൊന്നുമില്ല, അതൊന്നും ഉണ്ടാക്കിയൊന്നും നിൽക്കണം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വസുവിന്റെ വ്ളോഗാണ്. ഇതാണ് വ്ളോഗ് വീഡിയോ. ആ ശരി. ആര്യ എന്തായി? റെഡിയായ? നമുക്ക് അടുത്ത ലാസ്റ്റ് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അവസാന സ്റ്റെപ്പാണ് കടലമാവും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സ് സമ്മതിക്കൂല. നമ്മുടെ ഞാൻ ഒന്ന് പറഞ്ഞു, നിനക്ക് പറയാൻ അവസരം തരാം. നമ്മുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെക്കണം. നമുക്ക് അത് കഴിഞ്ഞ് കാണാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും വറുത്ത് പോരാം. ഇത് എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓണിയൻ പക്കോട റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കണം, ഇനി ഇവൻ വേണോ വീഡിയോയിൽ, ഞാൻ വേണോ എന്ന്. ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഇവനല്ല, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇവന് സമ്മതിക്കുന്നത്. ശരി, ഇത് കഴിച്ചു നോക്കാം. എടാ, എല്ലാവർക്കും ഭയങ്കര ബിസിയാണ്. എല്ലാം കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം.
മക്കളൊന്നും എടുത്തു. ചൂടാണ്. അതാണ് എങ്ങനെയുണ്ടെന്ന് പറയാം. എക്സ്പ്രഷൻ കിങ് പറഞ്ഞു പറയടാ എങ്ങനെയുണ്ട്. എന്തായാലും എൻ്റെ അഭിപ്രായം പറയാം, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് കാണണ്ട ഇത്രയും ഉണ്ടാക്കാൻ പറ്റും. 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള കുട്ടി മാക്രികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇത് വേണ്ടടാ, ഇത് വേണ്ടടാ, ഞാൻ തരൂല. ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ. ബൈ പറ വസു, പിണക്കോ? ബൈ പറ. ഗൈസ്, 1 മിനിറ്റ് പെട്ടെന്ന് എല്ലാവർക്കും പോണം. ഓഹോ, ഓക്കെ, ബൈ ബൈ.